ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെടുക. പ്രത്യേകിച്ച് 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കാൻ നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ അതൊരു നിർബന്ധ ബാധ്യതയാണെന്നത് ഓർത്തുകൊണ്ട് പാടുപെടുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും കൃത്യസമയത്ത് നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സഹോദരിമാരും ശ്രദ്ധ ചെലുത്തുക. ഇതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് മക്കയിൽ ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം സത്യവിശ്വാസിയായി മുസ്ലിമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ പല പല തടസ്സങ്ങൾ, പല വെല്ലുവിളികൾ, പല പ്രയാസങ്ങൾ ഒന്നിരിക്കലോ നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആസകലം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മെ അലതല്ലാൻ സാധ്യതയുണ്ട്, അലതല്ലുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും അത് നമ്മുടെ ടൈം ടേബിളിനെ അള്ളാഹുമായുള്ള ബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു ജദുവലുണ്ടല്ലോ, നാം സാധാരണ വരയാറുണ്ട്. ആ ജദുവലിനെ അത് ഒരിക്കലും കളങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്താനോ അല്ലെങ്കിൽ അതിൽ മടിയുണ്ടാവാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് പിൻവലിക്കാനോ അല്ലെങ്കിൽ അതിൽ നാം ശ്രദ്ധ ചെലുത്താതിരിക്കാനോ കാരണമാവാൻ പാടുള്ളതല്ല. അത് യഥാർത്ഥത്തിൽ ഒരു മഹാപാഠം നമ്മുടെ നേതാക്കളിലൂടെ നമുക്കല്ല പഠിപ്പിച്ചതാണ്, ഖുർആനിലൂടെ സുന്നത്തിലൂടെ. ഈ കാര്യം പറയുമ്പോൾ മദീന ഇമാം ചർച്ച ചെയ്ത വജാഹത്ത് കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നേരിട്ട് കേട്ട ഖുതുബയിലൂടെ മദീന ഇമാം ചർച്ചക്കെടുത്തതായ വജാഹത്ത്, അള്ളാഹുമായുള്ളതായ അടുപ്പ്, സ്റ്റാൻഡേർഡ്, ബഹുമാനം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഹസൻ ബസ്രിയുടെ ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് വരെ ഉത്തരം കിട്ടാനുള്ളതായ സ്റ്റാൻഡേർഡിലേക്ക് എത്തുക. നബിമാർക്കൊക്കെ സംഭവിച്ചത് അതാണ്. അള്ളാഹു മൂസ നബിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ, ഈസ നബിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒക്കെ പറയുന്നുണ്ടോ, ഒക്കാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം വജീഹായിരുന്നു. വജീഹ് എന്ന് പറഞ്ഞാൽ നല്ല, അദ്ദേഹം വല്ലതും ആവശ്യപ്പെട്ടാൽ ഞാൻ തള്ളൂലാന്നർത്ഥം. അദ്ദേഹം നമ്മളൊക്കെ ഇപ്പോൾ ദുനിയാവിൽ വജാഹത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷയിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന വ്യക്തിയുണ്ടല്ലോ, ആരെയായിരിക്കും നാം സെലക്ട് ചെയ്യൽ? നാം ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ അടുക്കലാണെങ്കിൽ പ്രധാനമന്ത്രിയോട് അടുത്ത വ്യക്തിയായിരിക്കും സെലക്ട് ചെയ്യുക, അല്ലേ? ഉദാഹരണത്തിന് ബന്ധമുള്ളത് കൊണ്ടല്ല, തുല്യമുള്ളത് കൊണ്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അങ്ങേയറ്റം അടുത്ത വജാഹത്തുള്ള വല്ലതും അള്ളാഹുവോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹ് തള്ളിക്കളയുന്നതല്ല, അത്രയും നല്ല സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ വിഭാഗക്കാരെ കുറിച്ചാണ് ഒക്കാന ഇൻദല്ലാഹു വജീഹ എന്നുള്ള പറയുന്നത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ വജാഹത്തുള്ള, സ്റ്റാൻഡേർഡുള്ള, ബഹുമതിയുള്ള, അള്ളാഹ് ബഹുമാനിക്കുന്ന, അള്ളാഹ് മാനിക്കുന്ന, അള്ളാഹു കണക്കിലെടുക്കുന്ന അവരുടെ വാക്കുകളെ പരിഗണിക്കുന്ന വ്യക്തിയാണ് എന്നർത്ഥം. അങ്ങനെയുള്ള മഹാത്മാക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലൂടെ പരിശോധിച്ചതായ സന്ദർഭത്തിൽ മക്ക ഇമാം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ ഓതിയതായ ആയത്തുകൾ. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ നന്ദി പ്രകടനം, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ക്ഷമ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ബാലൻസ് ശരിയാക്കി നാം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ സ്ഥിരം ക്ലാസ് മെമ്പർമാരായ മദീനയിലുള്ളതായ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് നിൽക്കുന്ന മസ്ജിദ് അബീ ദറിൽ കൂടി ക്ലാസ് കേൾക്കുന്ന നിങ്ങളൊക്കെ എത്രയോ മുമ്പന്മാരുടെ കഥനക്കഥകൾ ഇതേ സദസ്സിൽ വെച്ചിട്ട് മക്ക ഇമാം പറഞ്ഞതും മദീന ഇമാം പറഞ്ഞതും അല്ലാത്തതുമെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരിസരത്തിൽ എന്ത് സംഭവിക്കുന്നു അതൊന്നും നമ്മെ ബാധിക്കുന്നതല്ല, ബാധിക്കാൻ പാടുള്ളതുമല്ല. മക്ക ഇമാം അതാണ് ഊന്നി പറഞ്ഞത്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതൊന്നും നമ്മുടെ
അള്ളാഹുമായുള്ള ബന്ധത്തിന് വേണ്ടി നാം സ്ഥാപിക്കുന്നതായ ആ ടൈം ടേബിളിനെ ബാധിക്കാൻ പാടില്ല. അഥവാ 5 വക്ത് നിസ്കാരം കൃത്യമായി നടന്നുകൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ രണ്ട് തോണിയിൽ കാല് വെക്കുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇന്നത് പരിപൂർണമാക്കി തന്നാൽ, ഇന്നത് ചെയ്തു തന്നാൽ, ഇന്ന ആവശ്യം നിറവേറ്റി തന്നാൽ, ഇന്ന വിസ ലഭിച്ചാൽ ഞാൻ ഇന്നത് കാട്ടും, അത് പറ്റൂല. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല. ഇതിലല്ലേ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞ ശൈലിയിലുണ്ട്. മനുഷ്യന്മാരിൽ നിന്നിട്ട് ചിലരുണ്ട് ആശയപാർഹമായി അള്ള പറയുന്ന ശൈലിയിൽ ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? മനുഷ്യൻ എന്നത്. മനസ്സിലായില്ലേ? മനുഷ്യന്മാരിൽ ചിലരുണ്ട് യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഒരു സൈഡിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ അവൻ ആരാധിക്കുക. അഥവാ കടന്നില്ല ഉറപ്പിച്ച് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടല്ല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ 2 കാലും അകത്ത് വെക്കുക എന്ന് എൻ്റെ ശൈലിയിൽ അള്ളാഹ് പറയുന്നത്. നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതിന് വിപരീതമായിട്ട് മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അദ്ദേഹം അങ്ങനെ ഇബാദത്തൊക്കെ ആരംഭിച്ചു, പക്ഷേ കടന്നില്ല, ചെയ്തില്ല, ഉറപ്പില്ല, തുടർന്ന് പോകണമോ എന്നില്ല. അങ്ങനെയുള്ള രീതിയാണ് മൂപ്പരുടെ അള്ളാഹുമായുള്ള ടച്ചിൽ, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ച ആ ലൈനിൽ, ആ വരയിൽ അദ്ദേഹത്തിന് യക്കിശക്കാണ്, ഉറപ്പില്ല. എന്നിട്ടോ ഫൈൻ അസാബഹു ഖൈർ, അവൻ തുടങ്ങിവെച്ച നമസ്കാരം, തുടങ്ങിവെച്ച പ്രാർത്ഥനകൾ, ആരാധനകൾ, പ്രവർത്തനങ്ങൾ, അതിലെല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിൻ്റെ ഭൗതിക പ്രശ്നങ്ങളിൽ അവൻ നന്മയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഭൗതിക പ്രശ്നത്തിൽ നന്മയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, നിസ്കരിച്ചത് കൊണ്ട് ഫലമുണ്ടായി, നോമ്പ് പിടിച്ചതുകൊണ്ട് ഫലമുണ്ടായി, ക്ലാസ്സിൽ പോയത് കൊണ്ട് ഫലമുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കും. അസാബത്തുഹു ഫിത്ന, അതേ സമയത്ത് നേരെ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിൽ അതെന്ത്? അവന് സംഭവിക്കുന്നത് ഫിത്നയാണ്, പരീക്ഷണമാണ്, അപകടമാണ്, പ്രയാസമാണ്. അതാണ് ഇന്ന് മക്ക ഇമാമിന്റെ വിഷയം. നമ്മുടെ ഇസ്ലാമിക ജീവിതം നാം കെട്ടിപ്പടുത്തുന്ന വേളയിൽ പരിസരം നമ്മെ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. പരിസരത്തിൽ എന്ത് സംഭവിക്കട്ടെ, ബിസിനസ് വിജയിക്കട്ടെ, വിസ ക്യാൻസൽ ആവട്ടെ, കുട്ടികൾക്ക് രോഗം പിടിക്കട്ടെ, ഭാര്യ മരിക്കട്ടെ, ഭർത്താവ് മരിക്കട്ടെ, വീട് തകരട്ടെ, അല്ലെങ്കിൽ കത്തിക്കരിയട്ടെ, അതൊന്നും പ്രശ്നമല്ല. കാരണം ഇതൊക്കെ ചുട്ടിച്ചാമ്പലാകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു വിലയുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സത്യനിഷേധിയെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യനിഷേധിക്ക് ഒരു തുള്ളി വെള്ളം നൽകുകയില്ലായിരുന്നേനെ. ഈ ദുനിയാവിനോട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് വിലയുള്ള സാധനമാണെങ്കിൽ, പക്ഷേ വിലയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെയും കോടീശ്വരന്മാരാക്കുന്നു, നമസ്കരിക്കാത്തവരെയും കോടീശ്വരന്മാരാക്കുന്നു. അള്ളാഹുമായുള്ള നന്ന ബന്ധം പുലർത്താത്ത, എത്രത്തോളം ദഹ്റ് കൊണ്ട് വിശ്വസിക്കുന്ന, കാലം കൊണ്ട് വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ആ സകല പ്രകൃതിയുടെ വികൃതിയാണ്. ദൈവമില്ല, ഞാനും പ്രകൃതിയുടെ വികൃതിയായിട്ട് ലോകത്തിലേക്ക് വന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആ നീച ചിന്താഗതിയാകുന്ന ആ ഇൽഹാദ്, അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആ നിഷേധക്കാരെ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ നാം പഠിക്കുന്നത് അള്ളാഹു റഹ്മാനാണ്, അതേസമയത്ത് റഹീമും കൂടിയാണ്. അപ്പോൾ റഹ്മാനും റഹീം എന്ന് പറഞ്ഞാൽ അത് രണ്ട് സ്വഭാവമുള്ളതാണ്. എന്ത്? ഒന്ന്, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇവിടെ അനുഗ്രഹിക്കുക ദുനിയാവിൽ മാത്രം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്തിൽ അനുഗ്രഹിക്കുക. പറഞ്ഞു വരുന്നത് മക്ക ഇമാമ് ഊന്നിപ്പറഞ്ഞ വിഷയമാകുന്ന ആ വിഷയത്തിൽ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ്. ആ വിഷയവുമായി തൊട്ട് സംസാരിക്കേണ്ട ആയത്താണ് ഞാൻ ഓതിയത്. എന്ത്? മിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ. എന്താണ് അവൻ സംഭവിക്കുക? അവനിങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി, തൗബയൊക്കെ ചെയ്ത്, ക്ലാസ്സിലൊക്കെ വന്ന് നന്നാവാൻ തുടങ്ങി, ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ തുടങ്ങി. അതേ സമയത്ത് മൂപ്പര് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആ ബിസിനസ്സിൽ ഉയരണമെന്ന ലക്ഷ്യമാണ് മൂപ്പരുടെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം നിയ്യത്ത് ക്ലിയർ അല്ല. ചില ആൾക്കാർ നോമ്പ് നോക്കാറുണ്ട്, റഷ്യയിലും ചൈനയിലൊക്കെ. എന്തിനാ നോമ്പ്? ആരോഗ്യത്തിന് വേണ്ടി നോമ്പ്. അതെ, ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് അത് വ്യാപകമാണ് അവരുടെ നാട്ടിലൊക്കെ.
റമദാൻ മാത്രമല്ല, കൊല്ലത്തിൽ ഒരു മാസം നോമ്പ് പിടിക്കണമെന്ന നിർബന്ധം അവരുടെ ഇടയിലുണ്ട്. അതിപ്പോൾ വ്യാപകമാണ് അവരുടെ നാട്ടിൽ. എന്തുകൊണ്ട്? ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ്. അവരുടെ അള്ളാഹ് പറയാണ് ഖുർആനിൽ, അവര് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യാഗ്രഹം പുലർത്തുന്നവരാണ്. ജീവിച്ചു കിട്ടണം, മരിക്കണമെന്ന പൂതി ആർക്കും ഉണ്ടാവുകയില്ല. അത് 80-കാരനായിരുന്നാലും ഒരു 10 കൊല്ലവും ജീവിക്കാമെന്ന പൂതിയെ ഉണ്ടാവുകയുള്ളൂ. മരിക്കാൻ ഒരിക്കലും ഒരുങ്ങിയിട്ടില്ല, ധൈര്യവുമില്ല, അതിൽ വിശ്വാസവുമില്ല. എന്നാൽ അസാബഹു ഫിത്നത്തുൻ, അദ്ദേഹം ഇങ്ങനെ അമലൊക്കെ ചെയ്തു, അതോടൊപ്പം അദ്ദേഹം മുമ്പിൽ വെച്ചിട്ടുള്ളത് ഭൗതിക നേട്ടമാണ്. എന്നാലോ ഫിത്നത്ത് അവന് നേരിട്ടു. പെട്ടെന്ന് അവന് ബിസിനസ് തകർന്നു, അല്ലെങ്കിൽ വിസ ക്യാൻസലായി, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ട വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നാട്ടിൽ തന്നെയാണെങ്കിൽ അവൻ തുടങ്ങി വെച്ചതായ റബ്ബർ തോട്ടം മുഴുവനും കൊടുങ്കാറ്റിൽ അത് നശിച്ചോ, അത് നാമാവശേഷപ്പെട്ടു, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇൻഖലബലാവുജി, അവൻ ആളട്ടിമറിയും. അല്ലാഹ് പറയാണ് ഇൻഖലബലാവുജി, അവൻ മുഖം കുത്തി വീഴും, അട്ടിമറിയും. അഥവാ അവൻ അള്ളാഹുമായി ആ പുലർത്തിയ ബന്ധം കട്ടാകും എന്നർത്ഥം പച്ച മലയാളത്തിൽ. നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിലോ നിസ്കാരം പണ്ടത്തതുപോലെ ഇല്ല, ആ ആവേശത്തോടു കൂടി ഇല്ല, ആ ഉന്മേഷത്തോടു കൂടി ഇല്ല, എക്കുശക്കോടു കൂടിയുള്ള നിസ്കാരം. നിസ്കരിക്കുമ്പോൾ തന്നെ എക്കുശക്ക്, അള്ളാഹ്ക്ക് എന്നോട് എന്താ ഇഷ്ടമില്ലേ, എന്റെ അള്ളാഹു എൻ്റെ റബ്ബർ തോട്ടം അങ്ങനെ കാട്ടിയത്, എൻ്റെ ബിസിനസ് അങ്ങനെ നഷ്ടപ്പെടുത്തിയത്, അങ്ങനെ ആ രൂപത്തിലാണ് അവൻ്റെ മീസാൻ, അവൻ്റെ കണക്ക് കൂട്ടൽ. അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. നിന്നെ സൃഷ്ടിച്ച ലക്ഷ്യം നിറവേറ്റാൻ നിന്റെ ബാധ്യതയാണ്. നിന്റെ റിസ്ക്കിന്റെ കാര്യം അതിന് മരണം വരെ നിനക്ക് റിസ്ക് ഏറ്റെടുത്ത റബ്ബ് അത് അവൻ ചെയ്യുക തന്നെ ചെയ്യും. ആ റിസ്ക് കട്ടാവുമ്പോൾ നീ മരിക്കുകയും ചെയ്യും. നീ അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. അള്ളാഹ് തന്നെ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സയ്യിദമാരൊക്കെ സാധാരണ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാക്കൾ എന്നുള്ള അർത്ഥത്തിലേക്ക്, അടിമ സയ്യിദ്, അടിമ നേതാവ്, ആ സയ്യിദിനെ കുറിച്ചാണ് പറയുന്നത്. എന്നല്ലാതെ നാം പെട്ടെന്ന് തോന്നുന്ന സയ്യിദല്ല. സയ്യിദമാരൊക്കെ സാധാരണ അടിമകളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് അടിമകൾ എന്നിട്ട് പ്രതീക്ഷിക്കുക? സയ്യിദന്മാർ സേവനം ചെയ്യണം, തോട്ടത്തിൽ സേവനം ചെയ്യണം, കടയിൽ സേവനം ചെയ്യണം, കീഴിൽ വർക്ക് ചെയ്യണം, എന്നിട്ട് കാശ് കൊടുക്കണം, കാശുണ്ടാക്കണം, കാശ് ശേഖരിച്ചിട്ട് സയ്യിദിന് നൽകണം. അങ്ങനെയാണല്ലോ. അള്ളാഹ് പറയാണ്, നിങ്ങളുടെ സയ്യിദായ ഞാൻ മറ്റു സയ്യിദന്മാരെ പോലെ, ഭൗതിക സയ്യിദന്മാരെ പോലെയല്ല. ഞാൻ നിങ്ങളോട് എന്നെ ആരാധിക്കാൻ വേണ്ടി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, എനിക്ക് തീറ്റിക്കണമെന്നോ, എനിക്ക് ഭക്ഷണം നൽകണമെന്നോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ റബ്ബുൽ ഇസ്സത്ത് ആരോടും ആശ്രയിക്കാത്തവനാണ്. ആരുടെ ഇബാദത്തിൻ്റെയോ, ആരുടെ ഭക്ഷണത്തിൻ്റെയോ, ആരുടെ സഹായത്തിൻ്റെയോ, ആരുടെ ഹെൽപ്പിൻ്റെയോ ആവശ്യം അല്ലാഹ്ക്കില്ലേ ഇല്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അവൻ മതീനാണ്, അവൻ ശക്തനാണ്, അവൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ കൽപ്പനയാണ് എന്ത്? ഒമാ ഖലഖത്തുൽ ജിന്ന, തുടക്കം ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യൻ ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് ജീവിക്കുമ്പോൾ മക്ക ഇമാം പറഞ്ഞതുപോലെ ഈ ടൈം ടേബിളിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല. സ്കാരം അങ്ങനെ കൃത്യമായി നടക്കട്ടെ, നോമ്പ് കൃത്യമായിട്ട് നടക്കട്ടെ, ധർമ്മവും ആ കഴിവിൻ്റെ അനുസരിച്ചിട്ട് കൃത്യമായി നടക്കട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വീഴ്ച വരുത്താതിരിക്കട്ടെ, അവിടെ കുഴപ്പമില്ലാതിരിക്കട്ടെ, മക്കളോടുള്ള സമീപനത്തിൽ കുഴപ്പമില്ലാതിരിക്കട്ടെ. ചില ആൾക്കാർ ഇങ്ങനെ പോക്കറ്റിൽ കാശ് കുറഞ്ഞാൽ, വരുമാനം കുറഞ്ഞാൽ, ബിസിനസ്സിൽ നഷ്ടം വന്നാൽ ആ ചൊടി എവിടുക്ക അവൻ പ്രകടിപ്പിക്കുക? ഭാര്യയോട്, ആ സാധുവായ ഭാര്യയോട്, അല്ലെങ്കിൽ കുട്ടികളോട്, അവൻ്റെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന ജോലിക്കാരോട്, വേലക്കാരോട്. അതൊക്കെ യഥാർത്ഥത്തിൽ സഫാഹത്ത്, മദീന ഇമാം പറഞ്ഞതുപോലെ സഫാഹത്തിന്റെ ഉടമയിൽ നിന്ന് ഉടലെടുക്കലാണ്. സഫീഹ് എന്ന് പറഞ്ഞാൽ പോയർത്തക്കാരൻ, ദീർഘദൃഷ്ടിയില്ലാത്തവൻ, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ പറ്റാത്തവൻ. ടേൺ ടേബിൾ കുറിച്ചപ്പോൾ അള്ളാഹനെ പ്രീതിപ്പെടുത്തണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കുറിക്കാത്തവൻ. അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് ഉദിക്കുന്നതായ ശൈലിയാണ് അത്. യഥാർത്ഥത്തിൽ റസൂൽ പറയുന്നു, മൻ കാനത് നിയ്യതുഹു അൽ ആഖിറ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി.
ഒരാളുടെ ഉദ്ദേശം തന്നെ എപ്പോഴും പ്രഭാതമാകുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ പോകുന്നു, ഒതു പിടിക്കുന്നു. അത് തണുപ്പുള്ള കാലമാവട്ടെ ചൂടുള്ള കാലമാവട്ടെ അതൊന്നും കൂട്ടാക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, ഞാൻ അള്ളാഹിൻ്റെ അടിമയല്ലേ, ഞാൻ അള്ളാഹിൻ്റെ ദാസനല്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി നടത്തിയ ആളല്ലേ, അള്ളാഹു പറയുന്ന കൽപ്പനക്ക് കൃത്യമായിട്ട് ഞാൻ അനുസരണശീലനായി മാറുമെന്നല്ലേ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ പദം ഞാൻ പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന റിസാലത്ത് അനുസരിച്ചിട്ട് ഞാൻ ജീവിക്കുമെന്നല്ലേ. അങ്ങനെ നല്ല നിയത്തോടു കൂടിയാണ് ഒരാൾ പ്രഭാതത്തിൽ ഉണരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ജീവിത ശൈലിയെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഐശ്വര്യം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സ്ഥാപിച്ചു കൊടുക്കും. അവൻ എപ്പോഴും ഐശ്വര്യവാനായി അവൻ അനുഭവപ്പെടും. ഐശ്വര്യവാൻ, അപകടമില്ല, അപകടം വരില്ല. എന്ത് വന്നാലും അള്ളാഹ് എൻ്റെ കൂടെയുണ്ട്, അള്ളാഹ് എൻ്റെ കൂടെയുണ്ട്, സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, അത് പരീക്ഷണമാണ്. ഇനി പ്രയാസം വന്നാൽ തന്നെ ഉടനെ തന്നെ അവൻ്റെ ബോധത്തിൽ വിട്ടുകിടക്കും, എന്നെ അള്ളാഹ് പരീക്ഷിക്കുകയാണ്, പരീക്ഷയിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. എന്തിനാണ്? നബ്തലി, നിന്യ സാധനമാകുന്ന ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നിട്ട് നാം അവനെ സൃഷ്ടിച്ചു. എന്തിനാണ്? നബ്തലീഹി, അവനെ നാം പരീക്ഷിക്കുകയാണ്, അവനെ നാം പരിശോധിക്കുകയാണ്. അവൻ എന്ത് കാട്ടുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അവന് ഞാൻ ചെയ്തു കൊടുത്ത ഈ വിശാലമായ, അവനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ആ ശരീരം, ആ അത്ഭുത ശരീരമാകുന്ന ആ അവൻ്റെ ഹാർട്ട്, അവൻ്റെ കിഡ്നി, അവൻ്റെ കൈ, അവൻ്റെ കാല്, അവൻ്റെ കാത്, അവൻ്റെ കേൾവി, അവൻ്റെ കണ്ണ്, ഇതെല്ലാം ആ അത്ഭുത സൃഷ്ടിയിലൂടെ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ? അതുകൊണ്ടായിരിക്കാം ഇന്ന് മക്ക ഇമാമ് തുല്യപ്പെടുത്തിയും കൊണ്ട് രണ്ട് നബിമാരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹം ശുക്ർ ചെയ്യുന്നവരിൽ, അതേ ലോകം ഭരിച്ച, അടക്കി ഭരിച്ച, ആർക്കും അല്ലാഹ് നൽകാത്ത ഭരണകൂടം നൽകിയ ഒരു അത്ഭുത നബിയും അത്ഭുത മലിക്കുമായിരുന്നു. മലിക്ക് എന്ന് പറഞ്ഞാൽ രാജാവുമായിരുന്നു. ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. അങ്ങനെയുള്ള സുലൈമാൻ നബി അലൈഹിസ്സലാം മൂപ്പരുടെ പ്രജകൾ ഇന്നുള്ള നാം കാണുന്ന നേതാക്കളെ പോലെയുള്ള മനുഷ്യന്മാർ മാത്രമല്ല, പിന്നെയോ അവരുടെ പ്രജകളിൽ ജിന്നുകളുണ്ട്, പിശാചുകളുണ്ട്, എഫ്രീത്തുകളുണ്ട്, പോക്കരികളായ പിശാചുകളുണ്ട്. അവരൊക്കെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതൊക്കെ ഖുർആൻ പറയാണ്, ഞാൻ പറയല്ല. അതൊക്കെ സൂറത്ത് സാദ് പരിശോധിച്ചാൽ പല സൂറത്തുകളിൽ പല ശൈലിയിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. പക്ഷെ അങ്ങേയറ്റം അള്ളാഹ് അനുഗ്രഹിച്ചു. അതോടൊപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാം വിധം സിംഹാസനം, ബിൽഖീസ് രാജ്ഞി എന്ന പേരിൽ പിൻകാലഘട്ടത്തിൽ നാം പഠിച്ചു വരുന്ന ആ സബ നാട്ടിലുള്ളതായ രാജ്ഞിയുടെ സിംഹാസനം മുമ്പിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഹദാ മിൻ ഫളലി റബ്ബി, ഇത് എൻ്റെ നേതാവായ, എൻ്റെ രാജാവായ, ലോകത്തിനെ ഭരിക്കുന്ന ഷിട്ടാവായ, മുഹൈമിനായ ആ മഹാനായ രാജാധിരാജന്റെ എനക്കല്ല ചെയ്തു തന്നതായ അനുഗ്രഹമാണ്. ലിയബ്ലുവനി, എന്നെ പരിശോധിക്കാൻ വേണ്ടി. അഷ്കുർ, ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ? അം അക്ഫുർ, അല്ല ഞാൻ നന്ദി കേട് കാട്ടുന്നുണ്ടോ? മനസ്സിലായില്ലേ? അവിടേക്കാണ് നാം എത്തേണ്ടത്. എന്ത് കണ്ടാൽ, നന്മ കണ്ടാൽ, തിന്മ കണ്ടാൽ, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കേട് കാട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നന്ദി ചെയ്യുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. അദാ മിൻ ഫളലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. നന്ദി ചെയ്യുകയാണെങ്കിൽ അവന് സ്വയം അതിന് നന്മ കിട്ടും. നന്ദി അള്ളാഹ്ക്ക് വേണ്ട, നീ അള്ളാഹ്ക്ക് നന്ദി ചെയ്യൽ, നിനക്കാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ, നന്ദി കേട് കാട്ടുകയാണെങ്കിൽ അള്ളാഹ് ഐശ്വര്യവാനാണ്, മാന്യനാണ്, ആരുടെയും നന്ദിയെ അള്ളാഹ്ക്ക് ആവശ്യവും ഇല്ല എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ആ സിംഹാസനം മുമ്പിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ സംഭവം ഖുർആനിൽ എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് വ്യക്തികളെ നിഅമൽ അബ്ദു എന്ന് പറഞ്ഞ അതിൽ ഒരു വ്യക്തിയാണ് ആര്? മഹാനായ സുലൈമാൻ. വഹബ്നാ ലിദാവൂദ സുലൈമാൻ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് സുലൈമാൻ എന്ന മകനെ നാം നൽകി. നിഅമൽ അബ്ദ്, എന്തോ ഒരു നല്ല അടിമയാണ് അദ്ദേഹം. അള്ളാഹ് എന്തോ ഒരു നല്ല അടിമ എന്ന് ഒരു അടിമയെ കുറിച്ച് പറയണമെങ്കിൽ അള്ളയാണ് പറയുന്നത്. കൂട്ടരെ, അർശിന്റെ ഉടമയായ ലോകരെ സൃഷ്ടിച്ച മഹാശക്തൻ പറയുന്നു, നിഅമൽ അബ്ദു, നല്ലൊരു അടിമയായിരുന്നു സുലൈമാൻ. ഇന്നഹു അവ്വാബ്, അദ്ദേഹത്തിന്റെ
നാഥനിലേക്ക് അഥവാ റബ്ബിലേക്ക് അങ്ങേയറ്റം മടങ്ങുന്ന വ്യക്തിയായിരുന്നു. ഉദാഹരണം പറയുന്നു, ഫഖാല ഇന്നി ഇദ്ഉരിദ അലൈഹി ബിൽ അശിയ്യി സാഫിനാതുൽ ജിയാദ്. അടുത്ത് നാം പറഞ്ഞ വിഷയമാണ്, പക്ഷെ മക്ക ഇമാം സൂചന നൽകിയതായതുകൊണ്ട് വീണ്ടും മടക്കി പറയുന്നു. ഇദ്ഉരിദ അലൈഹി ബിൽ അശിയ്യി സാഫിനാതുൽ ജിയാദ് ഫഖാല ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. അവര് ഒരു പരേഡ് നടത്തായിരുന്നു, അല്ലെങ്കിൽ മാർച്ച് നടത്തായിരുന്നു. ആരുമായി? കുതിരകളുമായിട്ട്. ധാരാളം കുതിരകൾ. അവരുമായിട്ട് ആ കുതിരകളോടൊപ്പം അവര് കുതിരകളെ ചലിപ്പിക്കുകയും ട്രെയിനിങ് നൽകുകയും അതോടുകൂടി ഓടുകയൊക്കെ ചെയ്യുന്ന രാജാവല്ലേ, ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ്. ആ സന്ദർഭത്തിൽ അതിൽ അദ്ദേഹം മുടങ്ങി അള്ളാഹുവിനെ സ്മരിക്കേണ്ട ടൈം വിട്ട് കടന്നത് അറിഞ്ഞില്ല. അള്ളാഹുവിനെ സ്മരിക്കേണ്ട ടൈം വിട്ട് കടന്നത് അറിഞ്ഞില്ല. അപ്പോൾ ദുനിയാവ്, ഈ കുതിരകൾ അതിന് തടസ്സമായി പോയി, അള്ളാഹനെ സ്മരിക്കുന്നതിന് തടസ്സമായി പോയി എന്ന് കണ്ടപ്പോൾ അള്ളാഹു പറയുന്നു അവരെ കുറിച്ച്, അവരെ മടക്കി കൊണ്ടുവരൂ. ആരെ? ആ കുതിരകളൊക്കെ എന്നിലേക്ക് കൊണ്ടുവരൂ. അവരെ എന്ത് ചെയ്തു? ഒട്ടകങ്ങളെ അറത്തു, അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിച്ചു. അള്ളാഹ്ക്ക് ആരാധിക്കുന്ന, അള്ളാഹിനെ സ്മരിക്കുന്ന ടൈമിനെ തൊട്ട് എന്നെ പിന്തിപ്പിച്ച ഒട്ടകങ്ങൾ എനിക്ക് വേണ്ടാന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അത്രയും വലിയ, നമുക്ക് ഒരു ഒട്ടകം പോലെ പോകട്ടെ, 1000 റിയാൽ നമുക്ക് നിസ്കാരം തടസ്സം ചെയ്യുന്നത് കണ്ടാൽ, നിസ്കാരത്തിന്റെ ടൈം അതിന് തടസ്സം വന്നു പോകും, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആ കച്ചവടം വേണ്ട, ആ ബിസിനസ് വേണ്ട, കട പൂട്ടി പോകുന്നെ, നിസ്കരിക്കാൻ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് എത്തന്നെ, ഇതിനേക്കാളും ഖൈർ എനിക്ക് അതിലൂടെ നൽകും എന്ന ആവേശം, എന്ന ഉന്മേഷം, എന്ന നിയ്യത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുണ്ടോ? ഇവിടെ കാണുന്നത് ലക്ഷക്കണക്കിന് കാശ് വരുന്ന, വില വരുന്നതായ സ്വത്തിനെയാണ് അള്ളാഹിന്റെ വഴിയിൽ സമർപ്പിക്കുന്നത് രാജാവ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അങ്ങേയറ്റം നന്ദി പഠിപ്പിച്ച വ്യക്തിയാണ് എന്ന് പരിചയപ്പെടുത്തിയതായ ആ മഹാവ്യക്തിത്വത്തെ കുറിച്ച് നിഅമൽ അബ്ദു, നല്ലൊരടിമയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. അതുപോലെ മക്ക ഇമാമ് മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി. അതാരാണ്? അത് അയ്യൂബ് നബി അലൈഹിസ്സലാം. ജീവിതത്തിൽ അദ്ദേഹത്തെ പോലത്തെ കഷ്ടത അനുഭവിച്ച വ്യക്തികളെ കാണാൻ പ്രയാസമാണ് നമ്മുടെ നേതാക്കളിൽ. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത്, തഫ്സീർ ഗ്രന്ഥങ്ങൾ പറയുന്നത് 18ഓളം വർഷം നമുക്ക് പറയാൻ പറ്റാത്ത കുഷ്ഠരോഗം പോലത്തെ സഹിക്കാൻ പറ്റാത്തതായ രോഗത്തെ കൊണ്ട് അള്ളാഹു അവരെ പരിശോധിച്ചു. അവരെ കുടുംബം നശിച്ചു, അവരുടെ മക്കളും കുടുംബങ്ങളൊക്കെ നശിച്ചു. അങ്ങനെ അവസാനമായ അവർ പ്രയാസപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ക്ഷമിച്ച ക്ഷമയെക്കുറിച്ച് ഇന്നാ വജദ്നാഹു സാബിറ, അദ്ദേഹത്തെ നാം ക്ഷമ കൈകൊള്ളുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. നിഅമൽ അബ്ദു, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരടിമയാണ് അദ്ദേഹം. ഇന്നഹു അവ്വാബ്, ഇന്നാ വജദ്നാഹു സാബിറ, അല്ലേ? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അപ്പോൾ 2 വ്യക്തികളെ കുറിച്ചും, ഒന്ന് ശുക്ർ ചെയ്യുന്നതിൽ ഉത്തമ ശൃംഖത്തിലേക്ക് എത്തിയ വ്യക്തി, മറ്റൊന്ന് ക്ഷമിക്കുന്നതിൽ ഉത്തമ ശൃംഖത്തിലേക്ക് എത്തിയ വ്യക്തി. ഈ 2 വ്യക്തികളെ ഇന്ത് മക്ക ഇമാമ് ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തതായ ആ ലോകത്തിൽ നമ്മെ പരിസരങ്ങളുടെ സമ്മർദ്ദം കാരണത്താൽ അള്ളാഹുമായുള്ള ടച്ചിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കരുത് എന്ന വിഷയം ചർച്ച ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലുള്ള മെമ്പറിന്റെ മീതെ. അപ്പോൾ അദ്ദേഹം ഉണർത്തിയതായ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ 2 ഉദാഹരണങ്ങളാണ്. ക്ഷമ ചെയ്യുന്ന കാര്യത്തിൽ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം, അതുപോലെ ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം. ഹദീസ് പൂർത്തിയായി കളയാം. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഒരാളുടെ നിയ്യത്ത് പരലോകമാണ് എങ്കിൽ നമ്മുടെ ലക്ഷ്യം നാം എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ പരലോകമോക്ഷത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ മദീനയിലാണല്ലോ. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. മദീനയിലേക്ക് നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വന്ന ഉടനെ തന്നെ മസ്ജിദുൻ നബവി കെട്ടാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ ഇഷ്ടിക അവരുടെ തോളിൽ കയറ്റിയും കൊണ്ട് അവർ പറഞ്ഞതായ പദപ്രയോഗം അത് സഹീഹ് ബുഖാരിയിൽ കാണാം. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാറ വൽ മുഹാജിറ. നന്മ പരലോകമോക്ഷമാണ്. ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം പരലോകമോക്ഷമാണ്. നമ്മുടെ ലക്ഷ്യം
ഈ ഭൗതിക നേട്ടമല്ല, ഇവിടെ രാജാവാവലല്ല, ഇവിടെ നേതാവാവലല്ല, ഇവിടെ സിംഹാസനം കെട്ടലല്ല, ഇവിടെ ഈ കെട്ടുന്ന പള്ളിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് പരലോകത്തിലേക്കുള്ള പാലം കെട്ടലാണ്. അതുകൊണ്ട് മദീനയിലേക്ക് റസൂലുള്ള വന്നത് തന്നെ ഇവിടെ സ്വർഗത്തോപ്പ് കെട്ടാൻ വേണ്ടിയാണ്. ആ സ്വർഗത്തോപ്പ് ഇവിടെ കെട്ടി സ്ഥാപിച്ചു. ലോകത്തിൽ ഭൂമിയുടെ മീതെ സ്വർഗത്തോപ്പ് മദീനത്തല്ലാതെ വേറെ എവിടെയുമില്ല. സുന്നത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലമായിട്ട് അത് മദീനയിൽ മാത്രമാണ്. മബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീട്ടിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ളതായ ആ സ്ഥലം സ്വർഗത്തിലെ തോപ്പിലൊരു തോപ്പാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ കണ്ണിലുണ്ണിയായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുമ്പോൾ അതിൻ്റെതാകുന്നതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതാകുന്ന വൈറ്റുണ്ട്. മദീനത്തുള്ളതായ സ്വർഗത്തോപ്പ് അത് പരലോകത്തിലേക്കുള്ള പാലമാണെന്ന് നാം ആജിമാരോടും ഉംറക്കാരോടും പറയുന്നത് നിങ്ങൾ ദൈനംദിനം കേട്ട് മനഃപ്പാടമാക്കി വെച്ചാൽ പോരാ, അത് ജീവിതത്തിൽ പകർത്താൻ മക്ക ഇമാം പറഞ്ഞ രൂപത്തിൽ തീരുമാനിച്ചാലോ തീർച്ചയായിട്ടും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ പരലോകം നമ്മുടെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ പരിസരം, ചുറ്റുപാട്, അന്തരീക്ഷം, സമ്മർദ്ദം അതൊന്നും ഫലിക്കാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാക്കാൻ പാടില്ല. നാം നിസ്കരിക്കുന്ന നിസ്കാരത്തിലോ നമ്മുടെ ഖുശൂഇലോ നമ്മുടെ ഖുദൂഇലോ നമ്മുടെ പഠനത്തിലോ നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ ഒന്നും തന്നെ ചേഞ്ച് ഉണ്ടാക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം. റസൂൽ പറയുന്നു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാഹു വിട്ടുകൊടുക്കും. വജമഅല ശംലഹു, അവന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും, പ്രയാസം നീക്കിക്കൊടുക്കും, പ്രയാസം ലളിതമാക്കി കൊടുക്കും. എൻ്റെ ശൈലി ഞാൻ പറയാറുള്ളത് പോലെ മല പോലെ വരുന്ന കാര്യങ്ങൾ മഞ്ഞുപോലെയായി കാണും. എന്തേ? അവൻ്റെ ലക്ഷ്യം പരലോകമാണ്. അവൻ ഇവിടെ ജീവിക്കാനല്ല പേലസ് കെട്ടുന്നത്. കെട്ടിക്കോ പേലസ്, പ്രശ്നമില്ല. പക്ഷെ പേലസ് കെട്ടുന്നത് ഇവിടെ ജീവിക്കാനല്ല, അവിടേക്കുള്ളതായ പാലം കെട്ടാണ്. അപ്പോൾ അവൻ്റെ ഭൗതിക നേട്ടങ്ങൾ നമ്മുടെ നേതാക്കളൊക്കെ അങ്ങനെ കാട്ടിയിട്ടില്ലേ? സഅദ് ബിൻ അബി വഖാസ്, അദ്ദേഹത്തിന് ഖസ്ർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖസ്ർ ഇപ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉള്ളതായ ഭാഗത്തായിരുന്നു. അവിടെയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് സ്വർഗത്തിലെ ടിക്കറ്റും ഭൂമിയിൽ നിന്നിട്ട് കിട്ടിയ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച മഹാനായ സഅദ് വഫാത്തായ സന്ദർഭത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആംബുലൻസ് ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ ജനാസയെ മഹാത്മാക്കളാകുന്ന അന്ന് അവരുടെ കാലഘട്ടത്തിൽ അവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ മദീനയിൽ ജീവിച്ചിരുന്ന സഹാബാക്കളുടെ തോളിൽ കയറ്റിയിട്ടാണ് അവിടെ നിന്ന് നാം ഇപ്പോൾ വളരെ ദൂരം, ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നടന്ന് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒറ്റൊരു പ്രാവശ്യമേ ഞാൻ അവിടെ 12 കൊല്ലം വിദ്യാർത്ഥിയായി പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ നടന്നിട്ടുള്ളൂ. എവിടുന്ന്? ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് എവിടേക്ക്? ഹറമിലേക്ക്. 2ാം പ്രാവശ്യം നടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത്രയും ദൂരമായി അനുഭവപ്പെടുന്നു. മനസ്സിലായില്ലേ? അവിടുന്ന് 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സഹാബാക്കൾ അവിടുന്ന് ആ ഭാഗത്തിൽ നിന്നിട്ട് തോളിലേറ്റിയിട്ട് ജനാസയെ കൊണ്ടുവന്നു. എവിടെ കബറടക്കി? ഈ കാണുന്നതായ നമ്മുടെ മുമ്പിലുള്ള ബഖീഉൽ ഗർഖദി എന്ന അല്ലെങ്കിൽ മഖ്ബറത്തുൽ ബഖീ എന്ന 10,000-ൽ പരം സഹാബാക്കൾ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ നിശിതി നേതാവായ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയവരായ ദിന്നൂറൈൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടവരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അടക്കം മറിഞ്ഞു കിടക്കുന്ന ആ ഖബർസ്ഥാനത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആരെ? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ. അദ്ദേഹം ലക്ഷപതിയായിരുന്നു. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ അവരോടൊപ്പം റസൂലുള്ള പ്രീതിപ്പെട്ട് മരിച്ച അദ്ദേഹം അതിൽപ്പെട്ട ആളാണ്. പ്രീതിപ്പെട്ട് മരിച്ച 6 നേതാക്കളിൽ ഒരു നേതാവാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റസൂൽ പ്രീതിപ്പെട്ട് മരിച്ചതായ നേതൃത്വമാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരക്ക് കൊണ്ടുപോയതായ ചരക്ക് ഷാമിൽ വിറ്റിട്ട് അതിൻ്റെ കാശുമായി പേറിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഒട്ടകങ്ങൾ മദീനത്ത് കടന്നാൽ മദീന അന്തരീക്ഷം പൊടിപടലം നിറഞ്ഞു കിടക്കലാണെന്നാണ് ആയിഷ പറയുന്നത് റളിയല്ലാഹു തആല അൻഹ. മദീന അന്തരീക്ഷം കാണാൻ പറ്റൂല, പൊടിപടലം. എന്തേ? ആ ഒട്ടകങ്ങളുടെ പെരുപ്പം കാരണം. തങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ കാശുള്ള ആളായിരിക്കും. അത് അദ്ദേഹത്തിന് സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിക്കാൻ തടസ്സമായോ? റസൂലുള്ള പ്രീതിപ്പെട്ടുകൊണ്ട് മരിച്ച വ്യക്തിത്വമാണെന്ന് നമുക്ക് ലോകത്തിന് കൊട്ടിഘോഷിക്കുവാനും അഭിമാനിക്കുവാനും പറ്റുന്ന നേതാവാകുന്നതിൽ തടസ്സമായോ? ഇല്ല. അതുകൊണ്ട് പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇഹലോകത്തിൽ നേടുക, സമ്പാദിക്കുക തടസ്സമായി വരുന്നില്ല എങ്കിലും ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലത്തെ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്താണ്? അവരുടെ ലക്ഷ്യം പരലോകത്തിൽ വിജയിക്കലാണ്. അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം നേരെ സ്വർഗത്തിൽ പെട്ടെന്ന് പോകാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ മുമ്പിലുള്ളത് മുഴുവൻ അള്ളാഹിന്റെ വഴിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കാട്ടിയതുപോലെ റസൂലുള്ളാഹി സ്വർഗത്തിന് വേണ്ടി
ഇവിടെ സന്തോഷ വാർത്ത നൽകിയതായ സന്ദർഭത്തിൽ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളതായ നൂറുകണക്കിൽ സഹാബാക്കളിൽ നിന്നിട്ട് ആരാണ് ഫുർസാന് പറ്റുന്ന ആളുള്ളത്, ഫാരിസാവാൻ പറ്റുന്ന ആളുള്ളത്, അങ്ങനെയുള്ളവർക്ക് ഫറസ് വാങ്ങിക്കൊടുത്തു, കുതിര വാങ്ങിക്കൊടുത്തു, അതിനോട് കൂടെ ആവശ്യമുള്ളതായ പരിചകളും വാളുകളും വാങ്ങിക്കൊടുത്തു. അങ്ങനെ എത്രയോ പേർക്ക് അദ്ദേഹത്തിന്റെ കാശിലൂടെ വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ പള്ളി ആയിരുന്നു നാം ഇപ്പോൾ ബാബുസലാമിൽ നിന്നിട്ട് ബാബുൽ ബഖി എന്ന് ഞാൻ വന്ന ശേഷം ഒരു 10-20 കൊല്ലം മുമ്പുണ്ടായ വാതിലാണ് ബാബുൽ ബഖി. ബാബുസലാം മുതൽ ബാബുൽ ബഖി വരെയുള്ളതായ നീളത്തിലുള്ളതായ പള്ളി, ഇവിടെ നൂറ്റാണ്ടുകൾ നിസ്കാരം നടന്നതായ ആ പള്ളി ഉണ്ടല്ലോ, ആ പള്ളി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വികസിച്ചതാണ്. പക്ഷേ അദ്ദേഹം വികസിച്ചതാണ് പറയുമ്പോൾ ഇപ്പോഴുള്ളതായ ആ പള്ളി അദ്ദേഹത്തിന് പണിതത് അല്ല എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് ഇതിനെ പുതുക്കി പണിതു, അത് പുതുതായി പണിതു. അതാണ് ചേഞ്ച്. മനസ്സിലായില്ലേ? മുമ്പിലുള്ളതിനെ പുതുതായി പണിതു, അതേസമയത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയെ പുതുക്കി പണിയുകയും ചെയ്തു. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മക്ക ഇമാം പറയുന്നതായ ഇന്നത്തെ വിഷയം അതെന്താണ്? പരിസരം നാം അള്ളാഹുമായി ഉള്ളതായ ബന്ധം പുലർത്തി ജീവിക്കുന്ന ആ ടൈം ടേബിളിൽ ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല, മറിച്ച് അത് തഹ്സീർ ചെയ്യാൻ പാടില്ല. സത്യവിശ്വാസിയാണെങ്കിൽ 2 തോണിയിൽ കാല് വെക്കുന്ന രൂപത്തിലുള്ള ഇബാദത്ത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ളവനാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് എന്ത്? ഖസിറ ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് മഹാനഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ ഓതി വെച്ചതായ ആയത്തിൽ. അങ്ങനെയുള്ള അപകടത്തിൽ നാം ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് നാം ഈ വിശുദ്ധ മദീനയിൽ താമസിക്കുന്ന വേളയിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെതാകുന്ന പ്രസക്തിയുണ്ട്. കാരണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. നമുക്ക് ഇവിടെ എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ ജീവിക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന നേട്ടമാണ് ഇവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളെ കുറിച്ച് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി നാട്ടിലേക്ക് ഏത് ഒരു പ്രഭാതത്തിൽ നാട്ടിലേക്ക് എത്താൻ ചാൻസ് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളൊക്കെ ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ഇവിടെ വരുന്നവരൊക്കെ നമ്മുടെ സദസ്സിലുണ്ടാകും. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അവർക്ക് ലീവ് കിട്ടുമ്പോഴെല്ലാം ആ ചാൻസ് ഉപയോഗപ്പെടുത്തുക. നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതെ, കല്യാണം കഴിക്കാത്തവർ കഴിച്ചോളി, ഭൗതികമായി അല്ലെങ്കിൽ നേട്ടം വേണമെങ്കിൽ ചെയ്തോളി, വീട് കെട്ടെങ്കിൽ കെട്ടിക്കോളി, അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. അതേ സമയത്ത് ഈ മദീനയിൽ റസൂലുള്ളാഹി ഹിജ്റ വന്ന ലക്ഷ്യമാകുന്ന ആ മെയിൻ തത്വം വിട്ടുകളിക്കരുത്. അത് നിങ്ങൾക്ക് കിട്ടിയതായ നേട്ടം എത്തിച്ചു കൊടുക്കുക, അവരിലുള്ളതായ തെറ്റുകളെ തിരുത്തുക, അവരുള്ളതായ വീഴ്ചകളെ നികറ്റുക, അവർക്ക് സത്യപാന്താവിലേക്ക് ചലിക്കാനുള്ള റൂട്ട് പടഞ്ഞു കൊടുക്കുക. അത് വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ മക്കയിലും മദീനയിലും പറയുക, വിശുദ്ധ സുന്നത്തിലൂടെ മക്കയിലും മദീനയിലും റസൂൽ വിശദീകരിച്ച അതിലൂടെ അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുക നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഒരാൾ പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശംലിനെ ഒരുമിച്ച് കൂട്ടും. ദുനിയാവ് അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദുനിയാവ് അവന്റെ ബേക്കിൽ ഓടി വരും. ദുനിയാവിലേക്ക് അവൻ ഓടണ്ട, ദുനിയാവ് അവന്റെ ബേക്കിൽ ഓടി വരും. മനസ്സിലായില്ലേ? അവന്റെ ഇഷ്ടമുള്ള ദുനിയാവിയായ കാര്യങ്ങൾ അല്ലാഹു ഖുർആൻ പറഞ്ഞതുപോലെ മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ലക്ഷ്യം പരലോകമാണെങ്കിൽ നല്ല ജീവിതം ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് ഖുർആന്റെ സത്യവാഗ്ദാനമാണ്. വലനജസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവന്റെ തക്കതായ പ്രതിഫലം ഇവിടെ ഈ രൂപത്തിൽ ലക്ഷ്യം പരലോകം എന്നത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ തക്കതായ പ്രതിഫലം അവന് ഇവിടെ ചെയ്തതിനേക്കാളും ഡബിൾ അല്ല, അതിന്റെ ട്രിബിൾ അല്ല, കൂടുതലായി ഞാൻ സംരക്ഷിച്ച് സൂക്ഷിച്ച് പരലോകത്തിൽ നൽകുക തന്നെ ചെയ്യും എന്ന് ഖുർആന്റെ സത്യവാഗ്ദാനമാണ്. അതെ, റസൂലുള്ളാഹി പറയുന്നു വമൻ കാനത് നിയ്യതുഹു തലബുദ് ദുനിയ, ഇനി അവന്റെ ഉദ്ദേശം പരലോകം നേടലാണ് എങ്കിൽ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും അവൻ ദാരിദ്ര്യത്തിലാണ്. അവൻ കോടീശ്വരനായിരുന്നാലും ദാരിദ്ര്യത്തിലാണ്. എങ്ങനെയത്? കോടീശ്വരനോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന കോടീശ്വരനോട് എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ഒരു തലചൊറിയും. എന്താണ് ബിസിനസ്? പോക്കാണ്. മൂപ്പര് കോടീശ്വരനാണ്, എന്നിട്ട് മൂപ്പര് ബിസിനസ് പോക്കാണ് മൂപ്പർക്ക്. കാരണം മൂപ്പരുടെ ഹൃദയം സമാധാനിക്കൂല. ഇത് അവൻ മരണപ്പെടല്ലാതെ അവന് പള്ള നിറയുകയില്ല അവന്റെ ലക്ഷ്യം ആ രൂപത്തിലാണ് എങ്കിൽ. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത് അതദഹു ദുനിയ വമൻ കാനത് നിയ്യതുഹു തലബുദ് ദുനിയ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, എപ്പോഴും അവൻ ദാരിദ്ര്യത്തിലായിരിക്കും.
പ്രയാസത്തിലായിരിക്കും, പ്രശ്നത്തിലായിരിക്കും. ഇവനെ തട്ടിപ്പ് നടത്തി, അവനെ വെട്ടിപ്പ് നടത്തി, ഇവനെ വഞ്ചിച്ചു, അവനെ ചതിച്ചു, അല്ലെങ്കിൽ പലിശ തന്നു, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവൻ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന വേളയിൽ അവന് ജീവിതത്തിൽ ബർക്കത്തില്ല, രസമായ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എന്തെല്ലാം അപകടം കേൾക്കും. അവിടെ ഇന്നാൾ മരിച്ചു, അവിടെ സ്വന്തം മകൻ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ മരിച്ചു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ സമ്പത്ത് നശിച്ചു, പലതും കേൾക്കും. അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആളാണെങ്കിലോ അദ്ദേഹം എന്ത് കേട്ടാലും അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കിവിടെ ഒന്നും, ഞാനിവിടെ വരുമ്പോൾ ഡോളറിൻ്റെ ബാഗായിട്ട് വന്നതല്ലല്ലോ, ഉമ്മാൻ്റെ പളയിൽ നിന്ന് വരുമ്പോൾ നാം വെറുതെ വന്നതാണ്, ഒന്നും കൂടിയില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ലേ ലഭിച്ചത്. തന്നതവൻ വാങ്ങുമ്പോൾ, മടക്കി വാങ്ങുമ്പോൾ വാങ്ങുന്നു. അതുകൊണ്ട് നാം എല്ലാം അള്ളാഹിൻ്റെ അധീനത്തിലാണ്. ഇന്ന ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ പ്രീതിപ്പെടാൻ ഒരുങ്ങുന്നതാണ്. രണ്ടാമത്തെ ഇനം റസൂൽ പറയുന്നു വശത്തത അലൈഹി അംറ, അവൻ്റെ പ്രശ്നങ്ങൾ തശ്ദീദ്, ഛിന്ന ഭിന്നമാക്കും. പ്രശ്നത്തിന് പരിഹാരമില്ല, അവിടെ പോയാൽ പ്രശ്നം, ഇവിടെ പോയാൽ പ്രശ്നം പരിഹാരമില്ലാതെയായി അവന് പ്രയാസപ്പെട്ടു തോന്നും. വലാ യഅതീഹി മിൻഹാ ഇല്ലാ മാ കുതിബ ലഹ്, അവന് ദുനിയാവിൽ നിന്നിട്ട് അള്ള എഴുതിയതല്ലാതെ അവന് ലഭിക്കാൻ സാധിക്കുന്നതല്ല. ഈ തലയിട്ടടിച്ചിട്ട് എന്താ പ്രയോജനം? അള്ള തീരുമാനിച്ചതല്ലാതെ അവന് കിട്ടുകയില്ല. ഒരു മനുഷ്യൻ ലൻ തമൂത നഫ്സുൻ, ഒരു മനുഷ്യൻ ഇവിടെ മരിക്കുന്നതേ അല്ല ഹത്താ തസ്തൗഫി അജലഹു വറിസ്ഖഹു, ആ മനുഷ്യന്റെ ആ നഫ്സിന്റെ റിസ്ഖും ഭക്ഷണവും അവന്റെ ടൈമും അവസാനിക്കാതെ ഇവിടുന്ന് മരിക്കൂല. പിന്നെ എന്താ ഈ തലയിട്ടടിച്ചിട്ട് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഈ കേട്ട ഹദീസ് മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമല്ല മിഷ്കാത്തുൽ മസാബിഹ്, മിഷ്കാത്തുൽ മസാബിഹിൻ്റെ തഹ്ഖീഖ് നടത്തിയപ്പോൾ അതിൽ അദ്ദേഹം സഹിയാക്കിയിട്ടുണ്ട്. 5250 നമ്പർ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. അതിനെ അദ്ദേഹം സഹിയാക്കിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇത് മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ വിഷയത്തോട് ബന്ധമുള്ള ഹദീസായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനത് ഓതാൻ കാരണം. മദീന ഇമാം പറഞ്ഞതായ വജാഹത്ത് നിങ്ങൾ മറന്നിട്ടില്ലായിരിക്കും. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു വളരെ ആദരിച്ച് ബഹുമാനിച്ച് സംസാരിച്ചത് ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയതായ വജാഹത്ത് കാരണത്താലാണ്. വജാഹത്ത് ദുനിയാവിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നാം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം വജീഹ ആയിരിക്കണമെന്ന് നാം ലക്ഷ്യം വെക്കും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഉദാഹരണത്തിന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി വലില്ലാഹിൽ മസലുൽ അല, അള്ളാഹിനെ മസലോട് തുല്യപ്പെടുത്താൻ എന്തുമില്ല, ആരുമില്ല, എപ്പോഴുമില്ല, എവിടെയുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് തുല്യപ്പെടുത്താൻ ഒന്നിനെയും പാടുള്ളതല്ല, തുല്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതുമല്ല. പക്ഷെ അള്ളാഹ് ഖുർആനിൽ നമ്മളോട് പരിചയപ്പെടുത്തിയ രൂപം അതാണ്. എന്ത്? പലതും പറയുമ്പോൾ ഉദാഹരണം. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅദത ഫമാ ഫൗഖഹ, ഒരു കൊതു അല്ലെങ്കിൽ വളരെ ചെറിയ ജന്തു ഉണ്ടല്ലോ, ആ ജന്തുവിനെ നിങ്ങൾക്ക് സത്യം പഠിപ്പിച്ചു തരാൻ ഉദാഹരണം പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയുന്നതിലും അള്ളാഹ്ക്ക് എന്തില്ല? ലജ്ജയില്ല. അള്ളാഹു ലജ്ജ കാട്ടുന്നതുമല്ല. എന്തേ? നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ശൈലി മാത്രമാണ് ഇത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വജാഹത്തുള്ള ആള് അള്ളാഹിലേക്ക് അടുത്ത വ്യക്തിയായതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. എന്ത് ചോദിച്ചാലും റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്തുദ് ബിഹി അസ്രി. പ്രാർത്ഥിക്കുകയാണ്. ആര്? മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു മൂസാ നബിയെ കുറിച്ച് പറയാണ്, അദ്ദേഹം മാന്യനായിരുന്നു, അദ്ദേഹം വജാഹത്തുള്ള ആളായിരുന്നു, അദ്ദേഹം വ്യക്തിത്വമുള്ള ആളായിരുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു, അള്ളാഹിലേക്ക് അടുത്ത വ്യക്തിയായിരുന്നു. ആര്? മൂസാ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ റബ്ബി ഇശ്റഹ് ലി സദ്രി, ഹൃദയത്തിൽ നല്ല പ്രസന്നതയുള്ള ഹൃദയമൊക്കെ ബാക്കി മാറ്റണം. അതുപോലെ തന്നെ വയസ്സിർ ലി അംരി, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രയാസമുള്ളത് എളുപ്പമാക്കി തരണം. വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, ആ ഫറോവയോട് സംസാരിക്കാൻ പോകുമ്പോൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ പരാക്രമിയായ ആ മനുഷ്യന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ തൊള്ളയിൽ ഞാൻ തീയിട്ടത് കാരണത്താൽ അവർക്ക് സംഭവിച്ചതാണ്. അവർക്ക് സംസാരിക്കാൻ ചില പ്രയാസമുണ്ട്. ആ പ്രയാസം കാരണത്താൽ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ ആ പ്രയാസം മാറ്റിത്തരണം. അവരെ എൻ്റെ സംസാരം മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ തബ്ലീഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, പോരാത്തതിന് സ്പെഷ്യൽ ചോദ്യം. അതെന്താണ്? എൻ്റെ
കുടുംബത്തിൽ നിന്നിട്ട് എനിക്ക് വസീറായിട്ട് എൻ്റെ കൂടെ അയക്കണം. ആരെ? ഹാറൂന ഉഷ്തുദ് ബിഹി അസ്രി. അവരിലൂടെ എന്നിലുള്ള പ്രയാസം എനിക്ക് നികറ്റാൻ സാധിക്കും. അള്ളാഹു പറയുന്നു, വഹബ്നാ ലഹു, അവർക്ക് നാം സമർപ്പിച്ചു, അള്ളാഹു ഹിബത്തായി നൽകി, സമ്മാനമായി നൽകി, മിൻ റഹ്മത്തിനാ, എൻ്റെ അനുഗ്രഹത്തിലൂടെ. അള്ളാഹ് പറയുന്നു, എൻ്റെ അനുഗ്രഹത്തിലൂടെ ആരെ? ഹാറൂന നബിയാ, ഹാറൂനെ നബിയായിട്ട് നൽകി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിൽപ്പെട്ടതാണ്. സ്വന്തം കുടുംബത്തിൽ തന്നെ നബിമാരെ വേറെ മൂപ്പര സെലക്ട് ചെയ്യുന്നത്. ആ ഹാറൂനെ നബിയായിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കൂട്ടുകാരനായിട്ട് ഹാറൂനെയും നൽകുകയുണ്ടായി. നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്. മദീന ഇമാമ് ഈ വിഷയം പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ ഗ്രഹിച്ച് കാണും, പ്രത്യേകിച്ച് അറബി ഭാഷ അറിയുന്നവർ. അത് എന്താണ്? നാം അള്ളാഹുവിനോടുള്ളതായ ബന്ധം പുലർത്തുന്നതിൽ എത്ര കണ്ട് അടുക്കുന്നോ അത്ര കണ്ട് നമുക്ക് അള്ളാഹിൻ്റെ അടുക്കൽ വജഹത്ത് ഉണ്ടാകുന്നു. നാം അതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ ഹജ്ജ് സീസണിലും ഉംറക്കാരോടും ഇവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തേ ഇവിടെ ഉഹദ് പോർക്കളത്തിൽ അവിടെ ബദരീങ്ങളടക്കമുള്ളതായ ആ നേതാക്കളെ അള്ളാഹ് വളരെ പ്രയാസപ്പെട്ട രൂപത്തിൽ പരീക്ഷിച്ചു. കാരണം അള്ളാഹിലേക്ക് അടുത്തവരാണത്. അള്ളാഹിലേക്ക് അടുത്തവർ നമ്മെ പോലെ ഉള്ളവരല്ലല്ലോ ആര്? സഹാബാക്കൾ അള്ളാഹ് വാഴ്ത്തിയവർ, പുകഴ്ത്തിയവർ. ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലും ഇഞ്ചീലിലും വാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്നിട്ട് വീഴ്ച വന്നപ്പോൾ അള്ളാഹിലേക്ക് അടുത്ത വ്യക്തികളായതുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു, പരിശോധിച്ചു. അള്ളാഹ് അവർക്ക് മാഫി ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അപ്പടി തന്നെ അവർക്ക് മാഫി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരെ നാം കുറ്റം പറഞ്ഞതല്ല, കുറ്റം പറയാൻ പാടുള്ളതുമല്ല. പക്ഷെ അവർ അള്ളാഹിലേക്ക് അടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പോൾ നാം എന്ത് വേണം? മദീന ഇമാം പറഞ്ഞതുപോലെ നാം അള്ളാഹുവിലേക്ക് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങളിലൂടെ, സുന്നത്തുകളിലൂടെ, ഫർദുകളിൽ വീഴ്ച വരുത്താതിരിക്കലിലൂടെ അടുക്കാൻ വേണ്ടി പാടുപെടണം. എന്നിട്ട് നബിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ വജാഹത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടുപെടണം. അങ്ങനെ വജാഹത്ത് ഉണ്ടാക്കിയെടുത്തവരെ കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതായ ആ ഖുദ്സിയ ഹദീസ് എന്ന് മദീന ഇമാം പറയുകയും ചെയ്തു. അതെന്താണ്? ഒരാള് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي عليها أو كما قال عليه الصلاة والسلام. അത് അള്ളാഹുവിൻ്റെ കലാമായിട്ട് ഖുദ്സിയ ഹദീസായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞത്. അങ്ങനെ അള്ളാഹിലേക്ക് അടുക്കാൻ സാധിക്കുന്ന വിഭാഗമായി മാറിക്കഴിഞ്ഞാൽ എന്താണ് അവൻ്റെ വാക്കിൻ്റെ അർത്ഥം? അവൻ്റെ കൈ ഞാനാവും, കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞാൽ അമിത സൂഫിസത്തിൻ്റെ ഉടമകൾ കൊട്ടിഘോഷിക്കും പോലെ അല്ലെങ്കിൽ കരിഞ്ചന്ത പ്രചരിപ്പിക്കും പോലെ അള്ളാഹായി മാറും എന്ന അർത്ഥത്തിലേക്കല്ല, മറിച്ച് അവർക്ക് അവരുടെ കാതിലൂടെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ കേൾക്കാൻ പറ്റുകയുള്ളൂ, അവരുടെ കണ്ണിലൂടെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ കാണാൻ പറ്റുകയുള്ളൂ, അവരുടെ കൈയിലൂടെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ, അവരുടെ കാലിലൂടെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്ന, അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട അഹ്ലുല്ലാഹി വഖാസത്തു എന്ന് ഖുർആൻ മനപ്പാടമിട്ടവരെ കുറിച്ച് പറഞ്ഞതുപോലെ, ഖുർആനിൻ്റെ ഉടമകളെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ അഹ്ലായി മാറും, അള്ളാഹിൻ്റെ സ്പെഷ്യൽ അടിമകളായി മാറും. അങ്ങനെ ആവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരായി നബിമാർ മാറിയതുപോലെ, സഹാബാക്കൾ നിന്നിട്ട് പലരും മാറിയതുപോലെ നമുക്കും നമ്മൾ നിന്നിട്ട് അള്ളാഹിലേക്ക് അടുക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറാൻ സാധിക്കും. അതിനുള്ള നിബന്ധന സഅദിനോട് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? പ്രധാനപ്പെട്ട നിബന്ധന എന്താണ്? ഹറാമ് പള്ളിയിൽ കടക്കരുത്. തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, അനാചാരമില്ല, വഞ്ചനയില്ല, ചതിവില്ല, പലിശയില്ല, അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് സമ്പാദിക്കുക. അപ്പോഴാണ് ഹലാല് കടക്കുക. ഹറാമ് കടന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തെ നിറങ്ങം തൊടൽ നിർബന്ധമാണ് എന്ന ശൈലിയാണ് നാം മനപ്പാഠമാക്കി വരുന്നത്. അതുകൊണ്ട് തീ സ്പർശിക്കൽ അർഹപ്പെട്ട ആളല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അർഹരായി മാറും. അങ്ങനെയുള്ള എത്രയോ പേരെ, നബിമാരല്ലാത്തവരെ മദീനത്ത് നാം ചരിത്രത്തിലൂടെ കണ്ടിട്ടുണ്ട്, മക്കയിലും ചരിത്രത്തിലൂടെ നാം കണ്ടിട്ടുണ്ട്. അവരിൽ സഹാബാക്കളുണ്ട്, അവരിൽ താബിയങ്ങളുണ്ട്, അവരിൽ താബിയങ്ങളുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാവാം. അള്ളാഹു അങ്ങനെയുള്ള ഇനത്തിൽ നമുക്ക് പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വല്ല പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫി ചെയ്ത് തരുമാറാകട്ടെ. നാം കേട്ടതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങളെ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നമുക്കും അവർക്കും അള്ളാഹു നൽകട്ടെ.